സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിനുള്ളിൽ ചർച്ചകളും ചരടുവലികളും സജീവം. വൈകിട്ട് കേരളത്തിലെത്തുന്ന ACC നിരീക്ഷകർ നിയുക്ത MLA-മാരെ കാണും. വിമാനത്താവളത്തിലെത്തുന്ന നിരീക്ഷകർക്ക് മുന്നിൽ ശക്തി പ്രകടനത്തിനാണ് കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ ആഹ്വാനം. വോട്ടേഴ്സിന് നന്ദി പറഞ്ഞുള്ള VD സതീശന്റെ മണ്ഡല പര്യടനം ഇപ്പോഴും തുടരുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അതിനിടെ ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല, മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. 50-ലേറെ MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ അവകാശവാദം. കോൺഗ്രസിന്റെ നിർണായക നിയമസഭാ കക്ഷിയോഗം നാളെ ചേരും. വിവരങ്ങൾ നൽകാൻ PR അരവിന്ദ ഡൽഹിയിൽ നിന്ന്, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആദ്യം അരവിന്ദിലേക്കാണ്. അരവിന്ദ്, വലിയൊരു വിജയമാണ് കോൺഗ്രസ് ഇത്തവണ കൈവരിച്ചിരിക്കുന്നത്. ആ വിജയത്തിന്റെ പകിട്ട് മാറാതെ തന്നെ, കൂടുതൽ അടിയിലേക്കും പിടിയിലേക്കും ഒന്നും പോകാതെ തന്നെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കേണ്ടത് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അമൃതപ്രജിൻ, തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മത്സരമാണ് മുഖ്യമന്ത്രി ആരാകണമെന്ന് ചൊല്ലി കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കണ്ടിരുന്നു. മഹാരാഷ്ട്ര പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ചയെങ്കിലും കൃത്യമായി തന്നെ തന്റെ നിലപാടുകൾ ഇരു നേതാക്കളെയും രമേശ് ചെന്നിത്തല അറിയിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. രാഹുൽ ഗാന്ധിയെ കാണുന്ന സമയത്ത് KC വേണുഗോപാലും ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും KC ഇല്ലാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല നിലപാട് അറിയിച്ചപ്പോൾ KC വേണുഗോപാൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. പ്രധാനമായും 2021 പ്രതിപക്ഷ സ്ഥാനം രമേശ് ചെന്നിത്തല എടുത്തിരുന്നില്ല. അത് തനിക്ക് MLA-മാരുടെ പിന്തുണ ഇല്ലാതിരുന്നത് കൊണ്ടല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല നേതാക്കളെ അറിയിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും നിരീക്ഷകർക്കൊപ്പം തന്നെ രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. 3:30-നാണ് നിരീക്ഷകർ, 2 നിരീക്ഷകരെയാണ് കഴിഞ്ഞ ദിവസം ACC നിയോഗിച്ചത്. അജയ് മകൻ, അതുപോലെ തന്നെ മുകുൾ വാസ്നിക് എന്നിവർക്കൊപ്പം രമേശ് ചെന്നിത്തല കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 6:30 തന്നെ ഈ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തും. അവർക്കൊപ്പം രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും വലിയ ചർച്ചകൾ തുടരുന്ന വേളയിലാണ് ഇത്തരത്തിൽ അത്യാവശ്യപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി ഈ മുതിർന്ന നേതാക്കളെ കണ്ടിരിക്കുന്നത്. എന്തായാലും നാളെയാണ് നിരീക്ഷകർ MLA-മാരുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. 10:30 നിയമസഭാ കക്ഷി യോഗം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം MLA-മാരെ പ്രത്യേകവും കാണും. ഇതിനു പുറമെ കൃത്യമായി തന്നെ MLA-മാർ ആരെയാണ് കൂടുതൽ പിന്തുണയ്ക്കുന്ന കാര്യം ഒരു റിപ്പോർട്ടായിട്ടായിരിക്കും ഹൈക്കമാൻഡിനെ ഈ നിരീക്ഷകർ സമർപ്പിക്കുക. അതിനുശേഷമായിരിക്കും കൃത്യമായ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. മുൻപ് പല സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായപ്പോഴും MLA-മാരുടെ പിന്തുണയായിരുന്നു പ്രധാനമായും ഹൈക്കമാൻഡ് പരിശോധിക്കുകയും അതുപോലെ തന്നെ അതിന്റെ അടിസ്ഥാനമാക്കിയായിരുന്നു തീരുമാനം എടുത്തിരുന്നത്. രാജസ്ഥാനിലും അതുപോലെ തന്നെ കർണാടകയുടെയും ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്. കാരണം സച്ചിൻ പൈലറ്റ് ആയിരുന്നു രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ MLA-മാരുടെ കൂടുതൽ പിന്തുണ അശോക് ഗെഹ്ലോട്ടിനായിരുന്നു. പിന്നീട് അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയാകാൻ ഹൈക്കമാൻഡ് നിർബന്ധിതരാകുമായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കർണാടകയിലെയും കാര്യത്തിൽ. അന്ന് DK ശിവകുമാർ ആയിരുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ MLA-മാരുടെ കൂടുതൽ പിന്തുണയുള്ള സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു. എന്തായാലും സമാനമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാകുന്നു. എന്തായാലും MLA-മാരുടെ നിലപാടും അതുപോലെ തന്നെ നിരീക്ഷകർ നൽകുന്ന അഭിപ്രായവും തന്നെയായിരിക്കും ഹൈക്കമാൻഡ് ഒരു മുൻഗണനയിൽ അല്ലെങ്കിൽ പരിഗണിച്ച് തീരുമാനമെടുക്കുക. ശരി, PR അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. ഇനി അലക്സ് റാം മുഹമ്മദോട് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അലക്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തലവേദന എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. കാരണം ഒരു പേരല്ല, 2 പേരല്ല, 3 പേരുകളുണ്ട് മുന്നിൽ എന്നുള്ളതാണ് ഹൈക്കമാൻഡ്. എന്നാലും നിരീക്ഷകർ വരുന്നു. മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്ന് രാത്രി എത്തും എന്നുള്ളതാണ്. ആ വിമാനത്താവളത്തിൽ എത്തുന്നത് തൊട്ട് ചില ഡ്രാമകൾ കണ്ടു തുടങ്ങും എന്ന ചില സൂചനകൾ വരുന്നു. ഗ്രൂപ്പ് ശക്തി പ്രകടനത്തിന് വേദിയാക്കി വിമാനത്താവളം മുതൽ മാറ്റുക, നിരീക്ഷകർക്ക് മുന്നിൽ അണിനിരത്തുക, ഇതൊക്കെയാണ് ഗ്രൂപ്പുകൾക്കിടയിൽ നടക്കുന്ന ഇപ്പോഴത്തെ തയ്യാറെടുപ്പ് എന്നാണല്ലോ ലഭിക്കുന്ന വിവരങ്ങൾ. പ്രചുര പാർട്ടി കോൺഗ്രസ് ആണ്. ഡ്രാമയ്ക്ക് ഒരു കുറവുമില്ല. അത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ, അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭരണം ഉറപ്പിച്ചത് മുതൽ സംസ്ഥാനത്ത് നമ്മൾ ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ് ഈ മണിക്കൂറുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അണികളാണ് നേതാക്കൾക്ക് വേണ്ടി അവരുടെ കളം പിടിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കളത്തിൽ ഇറങ്ങിയതിരുന്നെങ്കിൽ അത് മാറി നേതാക്കൾ തന്നെ ചരടുവലിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി പദത്തിനായി ആഗ്രഹിക്കുന്ന രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്കെത്തി മുതിർന്ന നേതാക്കളെ കാണുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കണ്ട് അദ്ദേഹത്തിന്റെ അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചത് നമ്മൾ കണ്ടു.
അതിൽ സ്വാഭാവികമായി മുതിർന്ന നേതാവ് എന്ന നിലയ്ക്കുള്ള പരിഗണന അദ്ദേഹത്തിന് ലഭിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. 2011 ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2011 അന്ന് മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടിയുടെ പേര് സീനിയോറിറ്റി അനുസരിച്ച് നിർദ്ദേശിച്ചത് താനാണ് എന്ന് പറയുന്നതിൽ നിന്ന് രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നത് നിലവിൽ സംസ്ഥാന കോൺഗ്രസിലെ മുതിർന്ന നേതാവ് അല്ലെങ്കിൽ സീനിയോറിറ്റിയുള്ള നേതാവ് താനാണ്, അത് മറ്റുള്ളവർ അംഗീകരിക്കണം എന്നുള്ളത് കൂടിയാണ്. സ്വാഭാവികമായി ആ ക്ലെയിം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. സാമുദായിക സംഘടനകളുടെ കൂടി പിന്തുണ അദ്ദേഹത്തിനൊപ്പമുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. ചില MLA അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു. അത്തരത്തിലുള്ള നീക്കം രമേശ് ചെന്നിത്തല നടത്തുന്നുണ്ട്. KC വേണുഗോപാൽ ആകട്ടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. മുമ്പ് പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി പദത്തിൽ സമാനമായ പ്രതിസന്ധി നേരിട്ടപ്പോൾ അന്ന് ഹൈക്കമാൻഡ് സ്വീകരിച്ച ഫോർമുല വർക്കൗട്ട് ആകുകയാണെങ്കിൽ മറ്റൊരു പേരിലേക്ക് പോകില്ല, അത് KCയിലേക്ക് തന്നെ വരുമെന്ന് KC വേണുഗോപാലിന് അറിയാം. അതായത് MLA അഭിപ്രായം തേടുക, ആ പ്രക്രിയയിലേക്ക് ഹൈക്കമാൻഡ് കടന്നിരിക്കുന്നു. ഇന്ന് നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഈ AICC നിരീക്ഷകർ ഇന്ന് രാത്രിയോടുകൂടി ഇവിടെ എത്തും. രാത്രി അവിടെ എത്തുമ്പോൾ തന്നെ ഗ്രൂപ്പുകളുടെ ബലാബലം അവരുടെ മുമ്പിൽ അറിയിക്കുന്നതിനുള്ള നടപടികൾ നടക്കും. നാളെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്, അല്ലെങ്കിൽ പാർലമെന്ററി നിയമസഭാ കക്ഷി യോഗം ചേരുകയാണ്. അതിൽ MLA അഭിപ്രായം കേൾക്കും. MLA അഭിപ്രായം കൂട്ടമായും വെവ്വേറെയും കേൾക്കും. അവർ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ള അഭിപ്രായം കേൾക്കും. അത് മാത്രമല്ല സംഘടന KC വേണുഗോപാലിന്റെ കയ്യിലാണ്. സ്വാഭാവികമായി ആ ക്ലെയിം KC വേണുഗോപാലിലേക്ക് എത്തും. ഇനി VD സതീശനെ ഈ തിരഞ്ഞെടുപ്പ് നയിച്ച വ്യക്തി, ഒപ്പം UDFും പൊതുസമൂഹവും പിന്തുണയ്ക്കുന്ന സ്വീകാര്യനായ നേതാവ് എന്നുള്ള ക്ലെയിമാണ് VD സതീശൻ വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. എന്താണെങ്കിലും വലിയ തലവേദനയാണ് കോൺഗ്രസിനുള്ളിൽ. ഇതിലൊരു തീരുമാനം. ശരി അലക്സ്, എന്തായാലും അത് തന്നെയാണ്, അത്തരം ഡ്രാമകളാണ് ഇന്നിപ്പോൾ രാത്രി തൊട്ട് കാണാൻ പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അലക്സ് റാമുഹുദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.